വിഡ്ഢിച്ചിരി പോലെ ഒച്ചയുണ്ടാക്കുന്ന അഴുകിയ മൃഗശരീരങ്ങൾ തിന്നുന്ന, മാംസം മാത്രമല്ലാതെ തൊലിയും കൊമ്പും പല്ലും കുളമ്പും എല്ലുകളും നുറുക്കി കഴിക്കുന്ന ഭീരുവായ വൃത്തികെട്ട, കണ്ടാൽ അറപ്പ് തോന്നുന്ന, കാണാൻ ഭംഗിയില്ലാതെ ബുദ്ധിയില്ലാതെ ഒരു മൃഗത്തിൻ്റെ ചിത്രമാണല്ലോ കഴുതപ്പുലി അല്ലെങ്കിൽ ഹൈന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. കൂടാതെ വേട്ടയാടിപ്പിടിച്ച മാനുകളെപ്പോലെയുള്ള ഇരകളെ അവ മരിക്കുന്നതിന് മുമ്പ് തന്നെ ജീവനോടെ തന്നെ അതിൻ്റെ മാംസം കടിച്ച് പറിച്ച് തിന്നുന്ന ക്രൂരനായിട്ടുള്ള മൃഗം എന്നും ചതിയന്മാരായിട്ടുള്ള ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു മൃഗമായിട്ടാണ് ഹൈനയെ പലരും കരുതുന്നത്. എന്നാൽ ഹൈനകൾ അങ്ങനെ പേടിത്തൊണ്ടന്മാരല്ല. സിംഹത്തെപ്പോലും ഭയപ്പെടുത്തി അത് കൊന്നിട്ട ഇരയെപ്പോലും തട്ടിയെടുക്കും. അത്രക്കും ധൈര്യശാലികളാണ്. പുഴുത്തു നാറിയ അഴുകിയ ശവങ്ങളാണ് ഹൈനകൾക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള ഒരു പൊതുധാരണയുണ്ടല്ലോ. അങ്ങനെയല്ല, ഹൈനകളിൽ ചില ഇനങ്ങൾ നല്ല വേട്ടക്കാരാണ്, നല്ല ബുദ്ധിമാന്മാരാണ്, കരുത്തന്മാരാണ്. ചില പ്രശ്നപരിഹാര പരീക്ഷണങ്ങളിൽ ചിമ്പൻസികളോടൊപ്പം, അതായത് പ്രൈമേറ്റുകളോടൊപ്പം തന്നെ മത്സരിക്കാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. അത്രമാത്രം ബുദ്ധി അവ പ്രകടിപ്പിക്കുന്നുണ്ട്. കഴുതയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ജീവിയാണ് കഴുതപ്പുലി. എന്നാൽ പുലികളുമായിട്ട് നേരിയ ഒരു വർഗ്ഗബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ശരീരരൂപത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ശ്വാനവർഗ്ഗക്കാരോട്, ചെന്നായ്ക്കളോട്, കുറുനരി, കുറുക്കൻ, നമ്മുടെ വളർത്തുനായകൾ ഇവരൊക്കെ ഉൾപ്പെടുന്ന കനിഡ വിഭാഗക്കാരോടാണ് നല്ല സാമ്യമുള്ളത്. എന്നാൽ ഫൈലോജനറ്റിക്കലി ഇവരുമായിട്ട് വലിയ ബന്ധമില്ലതാനും. ഇവർ മാർജാര വംശക്കാരോട്, പുലിയും കടുവയും ഒക്കെ ഉൾപ്പെടുന്ന വിഭാഗം ഫെലിഡെ വിഭാഗക്കാരുമായിട്ടും അതുപോലെ തന്നെ മരപ്പെട്ടിയും വെരുകുമൊക്കെ ഉൾപ്പെടുന്ന വിവരുടെ വിഭാഗക്കാരുമായിട്ടൊക്കെയാണ് ജനിതകപരമായിട്ടുള്ള അടുപ്പം കാണിക്കുന്നത്. അതിനാൽ തന്നെ ഇവരുടെ പേരിൽ ഈ പുലി എന്ന ഭാഗത്തിന് വലിയ തെറ്റ് പറയാൻ പറ്റില്ല. ആ കഴുത ഭാഗം വന്നത് എങ്ങനെയാണെന്നറിയില്ല. ചില ഇന ഹൈനകൾ ഒരു മണ്ടൻ ചിരി പോലെ, ഒരു വെടലച്ചിരി ശബ്ദമുണ്ടാക്കുന്നവരാണല്ലോ. അത് ശരിക്കും അവർ തമ്മിലുള്ള സന്ദേശങ്ങൾ കൈമാറുന്നതാണ്. നമുക്കത് മനുഷ്യരുടെ ചിരി ശബ്ദത്തോട് സാമ്യം തോന്നുന്നു എന്ന് മാത്രം. ആ ചിരി ശബ്ദം കേട്ടിട്ടായിരിക്കും നമ്മുടെ കഴുതകളൊക്കെ മണ്ടന്മാരാണെന്നുള്ള ഒരു പൊതുബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇവർക്കും ഒരു കഴുത എന്ന വിശേഷണം ചേർത്തത്. ഇന്ത്യയിലില്ലാതെ സീബ്രക്ക് നമ്മൾ വരയൻ കുതിര എന്ന് പേര് നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴെല്ലാവരും സീബ്ര എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കേരളത്തിലില്ലാതെ ഹൈനകൾക്ക് കഴുതപ്പുലി എന്ന മലയാളം പേരിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഹൈന എന്ന് തന്നെ വിളിച്ചാൽ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം പല സംസ്ഥാനങ്ങളിലും ഹൈനകളുണ്ട്. എന്നാലും ഹൈനകൾ, കഴുതപ്പുലികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന സ്ഥലം എന്തായാലും സബ് സഹാറൻ ആഫ്രിക്ക തന്നെയാണ്. ഏറ്റവും കൂടുതൽ കഴുതപ്പുലികൾ ഉള്ളത് ആഫ്രിക്കയിൽ തന്നെയാണ്. ഹൈന, കഴുതപ്പുലി എന്ന് നമ്മൾ പൊതുവായിട്ട് പറയുമെങ്കിലും ഒറ്റൊരിനം കഴുതപ്പുലികളല്ല ലോകത്തുള്ളത്. പല തരത്തിലുള്ള ഹൈനകൾ പണ്ട് ഭൂമിയിലുണ്ടായിരുന്നു. അവയുടെ തലയോടിൻ്റെ, താടിയെല്ലിൻ്റെ പ്രത്യേകതകളൊക്കെ പരിഗണിച്ച് അതിശക്തമായി എല്ലുകൾ കടിച്ച് മുറിക്കാൻ പറ്റുന്നവ എന്നും അത്തരത്തിൽ ശക്തിയില്ലാത്തവ എന്നുമായിട്ട് രണ്ട് വിധത്തിലാണ് ഇവയെ വർഗീകരിച്ചിരിക്കുന്നത്. ബോൺ ക്രാക്കിംഗ് ഹൈനകളും അല്ലാത്തവയും. ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടതുമായിട്ടുള്ള ഭൂരിഭാഗം ഹൈനകളും വംശനാശം വന്ന് കുറ്റിയേറ്റുപോയി. ഇപ്പോൾ ഭൂമിയിൽ ആകെ 4 ഇനം ഹൈനകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബോൺ ക്രാക്കിംഗ് വിഭാഗത്തിൽ 3 എണ്ണവും അതിന് പുറത്ത് വേറൊന്നും. അതിൽ ബോൺ ക്രാക്കിംഗ് വിഭാഗത്തിലെ, എല്ല് പൊട്ടിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവയിലെ ഏറ്റവും ചെറുതാണ് സ്ട്രൈപ്ഡ് ഹൈനകൾ, വരയൻ കഴുതപ്പുലികൾ. അതാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. നിലവിൽ ഭൂമിയിലെ ഏറ്റവും വലിപ്പമുള്ള കരുത്തന്മാരായിട്ടുള്ള ഹൈനകൾ സബ് സഹാറൻ ആഫ്രിക്കയിലാണുള്ളത്. അവയാണ് സ്പോട്ടഡ് ഹൈനകൾ, അതായത് ദേഹത്ത് പുള്ളികളുള്ള പുള്ളിക്കഴുതപ്പുലികൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആഫ്രിക്കയിൽ തന്നെ വേറൊരു ഇനം കഴുതപ്പുലികളുമുണ്ട്, ബ്രൗൺ ഹൈനകൾ എന്നാണ് അവയെ വിളിക്കുക. അവയുടെ ദേഹത്ത് പുള്ളികളോ വരകളോ ഇല്ല. അവയുടെ എണ്ണം വളരെ കുറവാണ്. അതിനാൽ തന്നെ അപൂർവ ഇനമായിട്ടാണ് അവയെ കണക്കാക്കുന്നത്. ഈ 3 ഇനങ്ങൾക്ക് പുറമെ എല്ല് പൊട്ടിക്കൽ ശക്തി ഇല്ലാത്ത വിഭാഗത്തിൽ ഒരാൾ കൂടിയുണ്ട്. പേര് കഴുതപ്പുലി എന്നൊക്കെയാണെങ്കിലും നമ്മുടെ സങ്കല്പത്തിലെ കഴുതപ്പുലിയുമായിട്ട് അത് അത്ര ചേർന്ന് നിൽക്കില്ല. അവരെ ആഡ് വോൾഫുകൾ എന്നാണ് വിളിക്കുന്നത്. കാഴ്ചയിൽ ഏതോ തരം വോൾഫ് അല്ലെങ്കിൽ ചെന്നായ എന്ന് തന്നെ തോന്നിപ്പോകും. അവ മറ്റ് ഹൈനകളെ പോലെ വേട്ടയാടാനോ മൃഗങ്ങളെ കൊല്ലാനോ ഒക്കെ കഴിവുള്ളവരല്ല. അതുപോലെ തന്നെ ശവം തിന്നുന്നവരുമല്ല. ചിതലുകളും വണ്ടുകളും ഒക്കെയാണ് അവയുടെ പ്രധാന ഭക്ഷണം. മാംസഭോജ്യ സസ്തനികളായ ഹൈനകളെ ഹൈനിഡ എന്ന കുടുംബത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത്. മാർജാര വംശക്കാരുമായിട്ട് ഇവർക്ക് നേരിയ ബന്ധമുണ്ടെങ്കിലും ഇവർക്ക് മരം കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇവയുടെ കൈകളിലെ നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ കഴിയുന്നവയുമല്ല. അതുപോലെ ഈ കൈയിലെ നഖങ്ങൾ ഇരകളെ കൊല്ലാനോ കീഴ്പ്പെടുത്താനോ സഹായിക്കുന്നതുമല്ല. കനിഡ വിഭാഗവുമായിട്ടുള്ള ഇവരുടെ ബന്ധം മൂലം തന്നെ അത് ഒരു നായകളെ പോലെ ഉൾവലിക്കാൻ കഴിയാത്ത നഖങ്ങളുള്ളതിനാൽ ഓട്ടത്തിന് ഇവരെ സഹായിക്കുന്നുണ്ട്. കനിഡ വിഭാഗങ്ങളുടെ പ്രധാന ആയുധമായിട്ടുള്ള അവരുടെ കനീൻസ് ഇവർക്കുമുണ്ട്. മാംസം കടിച്ചു മുറിക്കാനും ഒക്കെ അതാണ് സഹായിക്കുന്നത്. രൂപത്തിൽ നായകളോട് സാമ്യം തോന്നുമെങ്കിലും ഇവരുടെ ഇണചേരൽ ശീലങ്ങൾ, കുഞ്ഞുങ്ങളെ പരിപാലിക്കൽ, വിസർജനശീലങ്ങൾ, സെൻറ്റ് മാർക്കിങ്ങുകൾ ഒക്കെ മാർജാര വംശക്കാരുമായിട്ടാണ് കൂടുതൽ സാമ്യം തോന്നിക്കുക. നായയുടെ സ്വഭാവമുള്ള ഒരു പുലിയാണ് കഴുതപ്പുലി എന്ന് വേണമെങ്കിൽ പറയാം. നായ്പുലി എന്നതായിരുന്നു ശരിക്കും ഇതിന് ചേരുന്ന പേര്. 22 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മയോസിൻ കാലഘട്ടത്തിൽ യൂറേഷ്യയിലായിരിക്കും ഇവ പരിണമിച്ചുണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്.
ഇവയുടെ അക്കാലത്തെ രൂപം ആഫ്രിക്കൻ സിവറ്റുകളോട്, ആഫ്രിക്കൻ വെരുകുകളോട് സാമ്യമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീട് അവയിൽ കാലുകൾക്ക് നീളം കൂടിയവ ബാക്കിയായി. അതിൽ നായയെപ്പോലെ വലിപ്പം കുറഞ്ഞ, ശക്തി കുറഞ്ഞ ഹൈനകൾ 1.5 കോടി വർഷം മുമ്പ് ഭൂമിയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ഏത് മാംസഭോജി സസ്തനികളുടെ എണ്ണത്തേക്കാളും കൂടുതലായിരുന്നു അന്നുണ്ടായിരുന്ന ഹൈനകളുടെ എണ്ണം. 30ഓളം ഇനം ഹൈനകൾ അന്ന് ആ വിഭാഗത്തിലുണ്ടായിരുന്നു. 5 മുതൽ 7 ദശലക്ഷം വർഷം മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥാ മാറ്റവും യൂറേഷ്യയിലേക്ക് ശ്വാനവർഗ്ഗക്കാരുടെ കടന്നുവരവും ഒക്കെ ഇവയുടെ അതിജീവനം പ്രശ്നത്തിലാക്കി. പതുക്കെ പതുക്കെ അത്തരം ഹൈനകൾ മുച്ചൂടും ഇല്ലാതായി. അവ വംശനാശം വന്ന് കുറ്റിയേറ്റുപോയി. നായെപ്പോലെയുള്ളവയിൽ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് ആഡ്വോൾഫുകൾ എന്ന വിഭാഗം മാത്രമാണ്. എല്ലുകൾ കടിച്ചു മുറിക്കാൻ പറ്റുന്ന വിധത്തിൽ കരുത്തുള്ള തലയോട്ടിലെ എല്ലുകളും പല്ലുകളും ഉള്ള കൊഴുത്ത ശരീരമുള്ളവർ കാലക്രമത്തിൽ യൂറേഷ്യയിലും ആഫ്രിക്കയിലും അതിജീവിച്ച് പെരുകി. 5 ദശലക്ഷം വർഷം മുമ്പ് അവിടങ്ങളിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ശവന്തീനി മൃഗക്കൂട്ടങ്ങൾ അവരായി മാറി. അവയിൽപ്പെട്ട പാക്കിക്രോക്കൂട്ട എന്ന ജനുസിൽപ്പെട്ട ഹൈനകൾക്ക് 110 കിലോഗ്രാമോളം ഭാരമുണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവ ആനകളുടെ അസ്ഥികൾ വരെ കടിച്ചു നുറുക്കിയിരുന്നു. എങ്കിലും ഇത്രയും വമ്പൻ ശരീരവും കരുത്തുമുള്ളവർ പോലും കുറ്റിയേറ്റുപോയി. അതിനാൽ തന്നെ ഇനി ഹൈനകൾ എന്ന് പറയുമ്പോൾ ബോൺ ക്രാക്കിംഗ് വിഭാഗത്തിൽ ഇപ്പോൾ ബാക്കിയുള്ള 3 ഇനം ഹൈനകളെക്കുറിച്ച് മാത്രമായിരിക്കും വിശദമായിട്ട് പലപ്പോഴും പറയുക. എങ്കിലും ആഡ്വോൾഫുകൾ എന്ന വിഭാഗത്തെ ചെറുതായി പരിചയപ്പെടണം. നായകളോട് സാമ്യമുള്ള ഈ ആഡ്വോൾഫുകൾ അതിജീവിച്ചതിന് ഒരു കാരണമായിട്ട് പറയുന്നത് അവയുടെ ഭക്ഷണത്തിലെ പ്രത്യേകതകളാണ്. മൃഗമാംസത്തിന് പകരം അവ പ്രാണികളെയും കീടങ്ങളെയും ചിതലുകളെയും ഒക്കെയാണ് പ്രധാനമായിട്ടും ഭക്ഷിച്ചിരുന്നത്. പടയാളി ചിതലുകളുടെ വിസർജ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ടർപ്പനോയിഡുകളെ ദഹിപ്പിക്കാനുള്ള കഴിവ് ഇവ ആർജിച്ചത് ഇവർക്കൊരു വലിയ സഹായമായി മാറി. മറ്റ് 3 ഇനം ഹൈനകളുടെയും ശാരീരിക പ്രത്യേകതകൾക്ക് സാമ്യമുണ്ട്. അവയുടെയൊക്കെയും മുൻകാലുകൾ നീണ്ടതും പിൻകാലുകൾ കുറുകിയതുമാണ്. അതിനാൽ തന്നെ അവ നിൽക്കുമ്പോൾ അവയുടെ ശരീരം തലയിൽ നിന്നും പിറകിലേക്ക് ചരിഞ്ഞ തരത്തിൽ സ്ലോപ്പുള്ളതുപോലെയാണ് തോന്നുക. ഇവർക്ക് ചെറിയ കഴുത്താണ്, അത് തടിച്ചതാണ്. എങ്കിലും ഇവയുടെ തലയും തലയോടുമൊക്കെ നായകളോട് സാമ്യമുള്ളതായിട്ട് തോന്നുമെങ്കിലും അങ്ങനെയല്ല. നല്ല വലിപ്പമുള്ളതാണ് ഇവയുടെ തലയോട്. കൂടാതെ വലിയ ചെവികളാണ് ഇവർക്കുള്ളത്. ഇവയുടെ നട്ടെല്ലിന് അരയുടെ ഭാഗത്തിനടക്കം അധികം തിരിക്കാനും മറിക്കാനുമുള്ള കഴിവില്ല. അതുപോലെ കഴുത്തും ഇഷ്ടംപോലെ തിരിക്കാൻ പറ്റുന്ന വിധത്തിലല്ല. ശ്വാനവർഗ്ഗക്കാർക്കുള്ളതിലും കൂടുതലായിട്ട് ഒരു ജോഡി വാരിയലുകൾ കഴുതപ്പുലികൾക്ക് അധികമായുണ്ട്. ഇവയുടെ നാവുകൾക്കും പ്രത്യേകതയുണ്ട്. മാർജാര വർഗ്ഗക്കാരുടേതുപോലെ പരുപരുത്ത നാവാണിവർക്ക്. നാവിന് മുകളിൽ പുറകിലേക്ക് തിരിഞ്ഞ മുള്ളുകൾ പോലെയുള്ള പാപ്പിലകളുണ്ട്. ഇതുപയോഗിച്ച് മാംസം എല്ലുകളിൽ നിന്നും രാഗി എടുക്കാൻ പോലും ഇവർക്ക് പറ്റും. പൊതുവെ ആൺഹൈനകളാണ് പെൺഹൈനകളെക്കാൾ വലിപ്പം കൂടിയവ. എന്നാൽ സ്പോട്ടഡ് ഹൈനകളിൽ നേരെ തിരിച്ചാണ്. ആൺഹൈനകൾ വലിപ്പം കുറഞ്ഞതും പെൺഹൈനകൾ വലിപ്പം കൂടിയതും ഡോമിനേറ്റിങ്ങുമാണ്. വരയൻ കഴുതപ്പുലികളുടെ ശരീരത്തിലെ വരകൾ അവയുടെ മുൻഗാമികൾ ആൻസെസ്റ്റേഴ്സ് ആയിട്ടുള്ള വെരുകു വിഭാഗക്കാരുടെ ദേഹവരകളിൽ നിന്നും കിട്ടിയതായിരിക്കും. സ്പോട്ടഡ് ഹൈനകളിൽ മറ്റ് ഹൈനകളിൽ നിന്നും വ്യത്യസ്തമായി ആണിനും പെണ്ണിനും സമാനമായിട്ടുള്ള ലൈംഗിക അവയവമാണുള്ളത്. അതായത് ആണിനെയും പെണ്ണിനെയും അവയുടെ ബാഹ്യലിംഗം നോക്കി ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അതായത് പെണ്ണിനും ആണിനെപ്പോലെ തന്നെ ഒരു നീളമുള്ള ഒരു ലിംഗമാണ് ഉണ്ടാകുക. അതിലൂടെ തന്നെയാണ് അത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതും മൂത്രമൊഴിക്കുന്നതും പ്രസവിക്കുന്നതും. വളരെ കൗതുകകരമായിട്ടുള്ള സ്പോട്ടഡ് ഹൈനകളുടെ ലൈംഗിക അവയവത്തെയും അവയുടെ ലൈംഗിക ജീവിതത്തെയും കുറിച്ച് വിശദമായിട്ട് പുറകെ പറയാം. ഹൈനകളുടെ പല്ലുകളിൽ എല്ലുകൾ പോലും കടിച്ചു പൊട്ടിക്കാൻ പറ്റുന്ന വിധത്തിൽ പരിണമിച്ചവയാണ്. സ്പോട്ടഡ് ഹൈനക്കും സ്ട്രൈപ്ഡ് ഹൈനക്കും ഒരു വലിയ പട്ടിയെ കഴുത്തിലെ ഒറ്റക്കടിക്ക് അതിൻ്റെ പുറന്തൊലി പോലും മുറിയാതെ കൊല്ലാൻ പറ്റും. ഹൈനകൾക്ക് വെരുകുകളെ പോലെ പെർണിയൽ ഗന്ധഗ്രന്ഥികളില്ലെങ്കിലും ഇവയുടെ മലദ്വാരത്തിനടുത്തൊരു സഞ്ചിയുണ്ട്. അതിലേക്ക് ധാരാളം ആനൽ ഗ്രന്ഥികൾ തുറക്കുന്നുണ്ട്. കൂടാതെ ധാരാളം സെബേഷ്യസ് ഗ്രന്ഥികളും മലദ്വാരത്തിന് അടുത്തായിട്ടുണ്ട്. അതിൽ ജീവിക്കുന്ന ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം തന്നെ അതിൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടാവും. സോപ്പ് കരിഞ്ഞ് പതയുന്ന മണമുള്ള ഒരു സ്രവം. ഈ പൗച്ചിൽ നിന്നും വരുന്ന വെളുത്ത് കൊഴുത്ത ക്രീം പോലെയുള്ള ആ സ്രവത്തിന് ഹൈന ബട്ടർ എന്ന് വിളിക്കാറുണ്ട്. ആ സ്രവം ഹൈനകൾ പുല്ലിലും മരത്തിലും കല്ലിലും ഒക്കെ പുരട്ടി വെക്കും. വളരെ ദൂരെ നിന്ന് വരെ നമുക്ക് ആ മണം അറിയാനാവും. ഈ ഗന്ധം ടെറിട്ടറി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹൈനകൾ ഉപയോഗിക്കുന്നത്. സ്ട്രൈപ്ഡ് ഹൈനകളും ആഡ്വോൾഫുകളും അവയെ വലിയ മൃഗങ്ങൾ ആക്രമിച്ചാൽ രക്ഷപ്പെടാനായി ഈ ഗ്രന്ഥിയിൽ നിന്നും ഈ സ്രവം ചീറ്റാറുണ്ട്. ഹൈനകൾ പൂച്ചകളെപ്പോലെ തന്നെ അവരുടെ ശരീരവും രോമവും ഒക്കെ നക്കി വൃത്തിയാക്കുന്ന സ്വഭാവമുള്ളവരാണ്. മൂത്രമൊഴിക്കുമ്പോൾ നായകളെപ്പോലെ കാൽ ഉയർത്തി വെക്കുന്ന ശീലം ഇവർക്കില്ല. അതുപോലെ തന്നെ പുലികളും കടുവകളും ഒക്കെ മൂത്രമൊഴിച്ച് ടെറിട്ടറി മാർക്ക് ചെയ്യുന്നത് പോലെ ഇവർ മാർക്ക് ചെയ്യാറുമില്ല. അത്തരം മാർക്കിംഗ് സ്വഭാവം ഇവരുടെ ആനൽ ഗ്രന്ഥികളിൽ നിന്നുള്ള സ്രവം കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ. സിംഹങ്ങളോ വലിയ നായകളോ ഒക്കെ ആക്രമിച്ചാൽ സ്ട്രൈപ്ഡ് ഹൈനകളും ബ്രൗൺ ഹൈനകളും ചിലപ്പോൾ ചത്തതുപോലെ അഭിനയിച്ച് കിടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ധൈര്യശാലികളായിട്ടുള്ള സ്പോട്ടഡ് ഹൈനകൾ രൂക്ഷമായി തിരിച്ചാക്രമിക്കുക തന്നെയാണ് ചെയ്യുക.
സ്പോട്ടഡ് ഹൈനകൾ പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കും. ഓലിയിടും, കൂവും, തേങ്ങും, ഞരങ്ങും, മുരളും, നമ്മളൊക്കെ ചിരിക്കുന്നത് പോലെയുള്ള ഹി 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 ശബ്ദമുണ്ടാക്കും. എന്നാൽ സ്ട്രൈപ്ഡ് ഹൈനകൾക്ക് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് കുറവാണ്. എങ്കിലും അവരും ചിരി ശബ്ദമുണ്ടാക്കുന്നതിൽ അത്ര പിശുക്കരല്ല. ഇവയുടെ ഇണചേരലും നായകളുടേതിനു സമാനമല്ല. ഒറ്റൊരു തവണ മാത്രം ലിംഗം ഉള്ളിൽ പ്രവേശിപ്പിച്ച് ശുക്ലം നിക്ഷേപിക്കലല്ല, കുറഞ്ഞ സമയത്തേക്കായി നിരവധി തവണ ആവർത്തിക്കുന്ന തരത്തിലുള്ള ഇണചേരൽ കർമ്മമാണ് ഇവർ ചെയ്യുക. സ്പോട്ടഡ് ഹൈനകളുടെ കുഞ്ഞുങ്ങൾ വിടർന്ന കണ്ണുകളോടെ മുളച്ച പല്ലുകളോടൊക്കെ തന്നെയാണ് പിറന്നു വീഴുക. പക്ഷെ അവരുടെ ശരീരത്തിലെ ഈ സ്പോട്ടുകൾ ഉണ്ടാവില്ല എന്ന് മാത്രം. എന്നാൽ നേരെ തിരിച്ച് സ്ട്രൈപ്ഡ് ഹൈനകളുടെ വരയൻ കഴുതപ്പുലികളുടെ കുഞ്ഞുങ്ങൾ പിറക്കുമ്പോൾ അവയുടെ കണ്ണു കീറിയിട്ടുണ്ടാവില്ല. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവ കണ്ണൊക്കെ തുറക്കുക. പക്ഷേ അവരുടെ ശരീരത്തിൽ വരകളുണ്ടാകും. ഹൈനകൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വായിലേക്ക് തികട്ടി കൊടുക്കാറില്ല. സ്പോട്ടഡ് ഹൈനകളുടെ കാര്യത്തിൽ അവയിലെ ആൺ ഹൈനകൾ അവരുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിൽ ഒരു പങ്കുമില്ലാത്തവരാണ്. ഇണചേർന്നാൽ അത് പിന്നെ അതിൻ്റെ പാടിന് പോകും. എന്നാൽ സ്ട്രൈപ്ഡ് ഹൈനകളിൽ, വരയൻ കഴുതപ്പുലികളിൽ അവ കൂടൊരുക്കുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും രണ്ടുപേരും ചേർന്നാണ്. വരയൻ കഴുതപ്പുലികൾ പ്രധാനമായിട്ടും അഴുകിയ ശവം തന്നെയാണ് ഭക്ഷണമാക്കുക. എന്നാൽ അതിന് കീഴടക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിപ്പമുള്ള മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിക്കാറുമുണ്ട്. ഇതിനൊപ്പം തന്നെ അവർ പഴവർഗ്ഗങ്ങളും ഒക്കെ ഭക്ഷണമാക്കും. എന്നാൽ വലിപ്പം കൂടിയ സ്പോട്ടഡ് ഹൈനകളുടെ ഭക്ഷണശീലം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ അപൂർവമായി മറ്റുള്ളവർ കൊന്നു തിന്ന് ബാക്കിയാക്കിയ അഴുകിയ ശവമൊക്കെ കഴിക്കാറുള്ളൂ. അതിനാൽ തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്കാവഞ്ചർ എന്ന് അവരെ വിളിക്കാനും പറ്റില്ല. ഇവർ കഴിവതും ചെന്നായക്കൂട്ടങ്ങളെയും കാട്ടുനായ്ക്കൂട്ടങ്ങളെയും ഒക്കെ പോലെ സംഘമായി കുളമ്പുള്ള വലിയ മൃഗങ്ങളിൽ ഒന്നിനെ ഓടിച്ച് ക്ഷീണിപ്പിച്ച് തളർത്തി തുരത്തിപ്പിടിച്ച് കൊന്നു തിന്നുകയാണ് ചെയ്യുക. അവയുടെ ഭക്ഷണത്തിൻ്റെ 95% വേട്ടയാടി പിടിച്ച് കൊന്നു തിന്നുന്ന മൃഗങ്ങൾ തന്നെയാണ്. ആഡ്വോൾഫുകൾ പ്രധാനമായിട്ടും പ്രാണികളെയും വണ്ടുകളെയും ചിതലുകളെയുമാണ് ഭക്ഷണമാക്കുക എന്ന് പറഞ്ഞല്ലോ. ഒരു രാത്രി ഒരു ഇറക്കമിറങ്ങിയാൽ ഒരു ആഡ്വോൾഫ് 3 ലക്ഷത്തിൽ പരം ചിതലുകളെ അകത്താക്കും. പൊതുവെ കഴുതപ്പുലി ഒരു പേടിത്തൊണ്ടൻ ജീവിയാണെന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ആഡ്വോൾഫുകൾ ഒഴികെയുള്ള മറ്റ് എല്ലാ ഇനം കഴുതപ്പുലികളും അവരുടെ സംഘങ്ങൾ വലിയ ഇരപിടിയൻ ജീവികളായിട്ടുള്ള സിംഹങ്ങളെ പോലും പേടിപ്പിച്ച് ഓടിച്ചു വിട്ട് അത് വേട്ടയാടി കൊന്ന മൃഗങ്ങളെ തട്ടിയെടുക്കാറുണ്ട്. സ്പോട്ടഡ് ഹൈനുകൾ വലിയ സംഘങ്ങളായിട്ട് കൂട്ടം ചേർന്ന് വേട്ടയാടുന്ന സ്വഭാവമുള്ളവരാണെങ്കിലും മറ്റിന ഹൈനുകളെ പൊതുവെ വലിയ സംഘമായിട്ട് കാണാൻ കിട്ടാറില്ല. എങ്കിലും അവയും പലപ്പോഴും കൂട്ടമായിട്ട് ഭക്ഷണം തേടാറുമുണ്ട്. ബ്രൗൺ ഹൈനയും സ്ട്രൈപ്ഡ് ഹൈനയും ഒക്കെ കുടുംബാംഗങ്ങളോടൊപ്പം കൂട്ടമായിട്ട് തന്നെയാണ് പലപ്പോഴും വേട്ടയാടുക. വവ്വാലുകളെ പോലെ തന്നെ റാബിസ് വൈറസുകൾ ഉള്ളിൽ കയറിയാലും വലിയ പ്രശ്നം ഇവർക്കുണ്ടാവാറില്ല. ഇവരുടെ ഉമിനീരിലുള്ള വലിയ അളവിലുള്ള ആൻറ്റിബോഡികൾ പലതരത്തിലുള്ള പകർച്ചവ്യാധികളെ തടയുന്നതിനും ഇവരെ സഹായിക്കുന്നുണ്ട്. മനുഷ്യരെയും ഹൈനകൾ ഭക്ഷണമാക്കാറുണ്ട്. 2 ലക്ഷത്തിനും 2.5 ലക്ഷത്തിനും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹൈനയുടെ മലത്തിൻ്റെ ഫോസിലിൽ നിന്നും മനുഷ്യരുടെ രോമങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സൈബീരിയയിലെ കേവ് ഹൈനകൾ ഇരയാക്കുന്നതിനാലും അവയുമായിട്ട് പൊരുതേണ്ടി വന്നതിനാലുമാകും അലാസ്കയിൽ മനുഷ്യർ അവരുടെ കോളനികൾ പണിയാൻ താമസിച്ചത് എന്ന് ചില ഗവേഷകർ കരുതുന്നുണ്ട്. ബൈറിംഗ് സ്ട്രെയ്റ്റ് കടക്കാൻ മനുഷ്യർ താമസിച്ചതും ഇതുകൊണ്ടായിരിക്കും എന്നും ചില പാലിയന്റോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും നടക്കുന്ന ആഭ്യന്തര കലാപങ്ങളും ഗോത്ര പോരാട്ടങ്ങളും ഒക്കെ പലരും മരിക്കാറുണ്ട്. അത്തരത്തിൽ മരിച്ചവരുടെ ശവം കഴുതപ്പുലികൾ തിന്നാനുള്ള അവസരങ്ങളും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള സ്പോട്ടഡ് ഹൈനകൾ മനുഷ്യരോട് കൂടുതൽ ഭയമില്ലാതെ അവരെ ആക്രമിക്കുന്ന സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുള്ള വൃദ്ധരെയും കുഞ്ഞുങ്ങളെയും അവശരായവരെയും ഒക്കെ ഹൈനകൾ ആക്രമിച്ചു കൊല്ലാറുണ്ട്. 1962 മാലാവിയിൽ 2 സ്പോട്ടഡ് ഹൈനകൾ 27 ആളുകളെയാണ് കൊന്നു തിന്നത്. അവയെ അവസാനം വെടിവെച്ച് കൊന്നു. അതിലൊന്നിന് 72 വേറൊന്നിന് 75 കിലോയും ഭാരമുണ്ടായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായ തിയോഡർ റൂസ്വെൽറ്റ് 1908-9 കാലഘട്ടത്തിൽ ഉഗാണ്ടയിൽ സെസീച്ചകളുടെ കടിമൂലമുണ്ടാകുന്ന ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ബാധിച്ചവരുടെ ക്യാമ്പിന് പുറത്ത് മയങ്ങിക്കിടന്ന നിരവധി ആളുകളെ ഹൈനകൾ സ്ഥിരമായിട്ട് തിന്നാറുണ്ട് എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 2004 ടാൻസാനിയൻ അതിർത്തിയോട് ചേർന്ന മൊസാംബിക്കിലെ പ്രദേശത്ത് 12 മാസത്തിനിടയിൽ 35 ആളുകളെ സ്പോട്ടഡ് ഹൈനകൾ കൊന്നു തിന്നതായിട്ട് വാർത്തയുണ്ടായിരുന്നു. 1962 6 ആഴ്ചയുടെ ഇടവേളയിൽ ബീഹാറിലെ ബാഗൽപൂരിൽ 9 കുട്ടികളെയാണ് ഹൈനകൾ പിടികൂടിയത്. 1974 കർണാടകയിൽ 4 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള 19 കുട്ടികളെയാണ് ഹൈനകൾ കൊന്നു തിന്നത്. പല രാജ്യങ്ങളിലെയും പല ജനവിഭാഗങ്ങളുടെയും സംസ്കാരങ്ങളിലും മിത്തുകളിലും ഒക്കെ ഹൈനകളുണ്ട്. ആഭിചാരങ്ങൾക്കും മരുന്നുകൾ നിർമ്മിക്കാനും ഒക്കെ ഹൈനകളെ ഇപ്പോഴും കൊലപ്പെടുത്തി ഉപയോഗിക്കുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ കലഹാരി മരുഭൂമിയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ബ്രൗൺ ഹൈനകൾ ഉള്ളത്. അതും 4000-നും 10,000-നും ഇടയിൽ എണ്ണം മാത്രമേ ഇനി ഭൂമിയിൽ ബാക്കിയുള്ളൂ. പാരാഹൈന ജനസിൽപ്പെട്ട ഈ ബ്രൗൺ ഹൈനകളെ സ്ട്രാൻഡ് വോൾഫുകൾ എന്നും പേര് വിളിക്കാറുണ്ട്. പുള്ളികളോ വരകളോ ഒന്നുമില്ലാത്ത ഇവരുടെ ശരീരത്തിൽ ധാരാളം മുഷിഞ്ഞ നീളൻ രോമങ്ങളുണ്ടാവും. കൂർത്ത ചെവിയാണ് ഇവർക്കുള്ളത്. കുഞ്ഞു വാലും
പാരാഹൈന ബ്രുണ്ണിയെ എന്നാണ് ഇവരുടെ ശാസ്ത്രനാമം. ഇപ്പോൾ ഭൂമിയിലുള്ളതിൽ ഏറ്റവും അപൂർവമായിട്ടുള്ള ഹൈന വിഭാഗം ഇവരാണ്. ഇവരിൽ ആണും പെണ്ണും തമ്മിൽ വലിപ്പ വ്യത്യാസമൊന്നും കാര്യമായിട്ടില്ല. എങ്കിലും ആണായിരിക്കും അല്പം വലിപ്പം കൂടുതൽ. ഇവരിൽ ആണിന് ശരാശരി 40-43 കിലോഗ്രാമോളം ഭാരമുണ്ടാകും. വലിയ ഇരപിടിയന്മാർ കൊന്ന് ഉപേക്ഷിച്ച ശവമാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. കുടച്ചെറു കരണ്ട് തീനികൾ, റോഡൻറ്റുകൾ, മുട്ടകൾ, വണ്ടുകൾ, പഴങ്ങൾ ഒക്കെ ഇവർ ഭക്ഷണമാക്കും. വളരെ ദൂരെ നിന്ന്, കിലോമീറ്ററുകൾ ദൂരെ നിന്ന് പോലുമുള്ള അഴുകിയ ശവത്തിൻ്റെ ഗന്ധം തിരിച്ചറിഞ്ഞ് അവിടെ ഓടിയെത്താൻ ഇവർക്ക് പറ്റും. ചീറ്റകളും കുറുക്കന്മാരും പുള്ളിപ്പുലികളും ഒക്കെ വേട്ടയാടി കൊന്നു തിന്ന ഉപേക്ഷിച്ച ഭക്ഷണാവശിഷ്ടങ്ങളാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഒരുതരം പരാത ജീവിതം എന്ന് പറയാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില അവസരങ്ങളിൽ പുള്ളിപ്പുലികളെ പോലും ഒറ്റയ്ക്ക് ഈ ബ്രൗൺ ഹൈനകൾ ഓടിച്ച് മരത്തിൽ കയറ്റാറുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭക്ഷണം തട്ടിയെടുക്കാറുണ്ട്. ഇനി കൊന്നിട്ട ഭക്ഷണാവശിഷ്ടം ഒന്നുമില്ലെങ്കിൽ പോലും വെറുതെ പുലികളെ ഓടിച്ച് മരം കയറ്റാൻ ഇവർക്ക് ഇഷ്ടമാണ്. ഇവരുടെ ഈ ആക്രമണ തൻ്റെയിടവും സിംഹങ്ങളോടും ആഫ്രിക്കൻ കാട്ടുനായ്ക്കൂട്ടങ്ങളോടും പോലും ഭയമില്ലാതെ പെരുമാറുന്ന ശീലവും ഒക്കെ കൊണ്ട് കലഹാരി മരുഭൂമിയിലെ ഏറ്റവും ധൈര്യവാന്മാരായ സസ്തനി മൃഗം ഇവരാണെന്ന് പറയാറുണ്ട്. എങ്കിലും അപൂർവമായിട്ട് ഇവരെ സിംഹങ്ങളും സ്പോട്ടഡ് ഹൈന കൂട്ടങ്ങളും ഒക്കെ കൊല്ലാറുമുണ്ട്. ഇവയുടെ കുഞ്ഞുങ്ങളെ കാട്ടുനായ്ക്കൂട്ടങ്ങളും കുറുക്കന്മാരും ഒക്കെ ഭക്ഷണമാക്കാറുമുണ്ട്. ബ്രൗൺ ഹൈനകളിൽ അതേ ക്ലാനിൽപ്പെട്ട രക്തബന്ധുക്കളായിട്ടുള്ള ആൺഹൈനകളുമായിട്ട് പെൺഹൈനകൾ ഇണചേരാറില്ല. അലഞ്ഞു നടക്കുന്ന വേറെ ക്ലാനിൽപ്പെട്ട ആൺഹൈനകളുമായിട്ടാണ് ഇണചേരുക. കൂട്ടത്തിലെ മറ്റ് ആൺഹൈനകൾ ഇതിൽ പ്രതിഷേധം പ്രകടിപ്പിക്കാറുമില്ല. ആൺഹൈനകൾ പെൺഹൈനകൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ വളർത്താനും അവർക്ക് ഭക്ഷണം എത്തിച്ചു നൽകാനും ഒക്കെ സഹായിക്കുകയും ചെയ്യും. എന്തായാലും ഹൈന എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം സ്പോട്ടഡ് ഹൈനകളുടേതാണ്. അവയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വീഡിയോകളിലൊക്കെ കണ്ടിരിക്കുക. ക്രോക്കൂട്ട എന്ന് ശാസ്ത്രനാമമുള്ള ഇവക്ക് ലാഫിംഗ് ഹൈനകൾ എന്നും പേരുണ്ട്. സബ് സഹാറൻ പ്രദേശത്ത് മാത്രമുള്ള ഒരു ജീവിയാണ് ഈ സ്പോട്ടഡ് ഹൈനകൾ. ഗോഡ് മസ്റ്റ് ബി ക്രേസി എന്ന സിനിമയിൽ ഒരു കുട്ടി ഈ ഹൈനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം നടത്തുന്നത് കാണിക്കുന്നുണ്ട്. പൂതലിച്ച ഒരു മരക്കമ്പെടുത്ത് അവൻ തലക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. ഹൈനയ്ക്ക് ഇത് ഉയരമുള്ള വലിപ്പമുള്ള ഒരു ജീവിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഭാഗ്യക്കേടിന് ആ പൂതലിച്ച മരക്കഷ്ണം പെട്ടെന്ന് ഒടിഞ്ഞ് താഴെ വീഴുകയും ചെയ്യും. പിന്നെ കുട്ടി ഒരു ഓട്ടമാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഹൈന വിഭാഗങ്ങളിൽ ഏറ്റവും വലുത് ഇവരാണ്. ഏറ്റവും കൂടുതൽ എണ്ണമുള്ളതും ഇവരാണ്. മറ്റുള്ള ഹൈനകളിൽ നിന്നും വ്യത്യസ്തമായി വൃത്താകൃതിയിലുള്ള ചെവിയും ഒട്ടും സടരോമങ്ങളില്ലാത്ത കഴുത്തുമൊക്കെ ഇവരുടെ പ്രത്യേകതയാണ്. ആകെ മൊത്തം ഒരു കരടി രൂപമാണ് ഇവർക്ക്. സ്പോട്ടഡ് ഹൈനകളുടെ ലൈംഗിക അവയവങ്ങൾക്കും ലൈംഗിക ജീവിതത്തിനും വളരെയധികം പ്രത്യേകതകളുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. വളരെ കൗതുകകരമാണത്. പെണ്ണുങ്ങൾക്ക് യോനിദ്വാരത്തിന് പകരം പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന പുരുഷലിംഗ സമാനമായിട്ടുള്ള ഒരു അവയവം തന്നെയാണ് ഉള്ളതെന്ന് സങ്കല്പിച്ചു നോക്കൂ. അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു മൃഗമാണ് പെൺ സ്പോട്ടഡ് ഹൈനകൾ. അവ മാത്രം ഇങ്ങനെ ഒരു വ്യാജ പുരുഷലിംഗവുമായിട്ട് സൂഡോ പീനിസുമായിട്ട് പരിണമിച്ചത് എന്തുകൊണ്ടാവും എന്നത് ഇപ്പോഴും അത്ര കൃത്യമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും ഒരു മറുപിള്ള സസ്തനിയെ കണ്ടാൽ അതാണാണോ പെണ്ണാണോ എന്നറിയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അതിൻ്റെ ജെനിറ്റൽസ് നോക്കുക എന്നതാണല്ലോ. ക്രോക്കൂട്ട എന്ന ശാസ്ത്രനാമമുള്ള ആഫ്രിക്കയിലെ ഏറ്റവും ശക്തരായ ഇരപിടിയന്മാരായിട്ടുള്ള ഈ സ്പോട്ടഡ് ഹൈനകളിൽ ആണിനും പെണ്ണിനും ഒരുപോലെ പുറത്തേക്ക് നീണ്ട ലിംഗാവയവമാണുള്ളത്. വളരെ ഉള്ളിൽ നിന്ന് യോനിയിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന പുറത്തേക്ക് തൂങ്ങിയ രീതിയിലുള്ള പീനിയൽ ക്ലൈറ്റോറിസ് ഇവർക്കുണ്ട്. അവയുടെ ലാബ്യകൾ പിറകോട്ട് ചേർന്ന് നിൽക്കുന്നതിനാൽ അതൊരു വ്യാജ വൃഷണമായിട്ട് തോന്നുകയും ചെയ്യും. ഈ വ്യാജലിംഗത്തിന് ഉദാഹരണവുമുണ്ട്. പറഞ്ഞു വന്നാൽ ലിംഗകാര്യത്തിൽ ആണും പെണ്ണും ഏകദേശം ഒരുപോലെ തന്നെ തോന്നും. മൂത്രമൊഴിക്കാനും ഇണചേരൽ സമയത്ത് പുരുഷലിംഗം ചേർത്ത് ശുക്ലം സ്വീകരിക്കാനും പ്രസവിക്കാനും ഒക്കെ ഈ ദ്വാരം മാത്രം. പെൺമേധാവിത്വമുള്ള മെട്രിയാർക്കിക്കൽ സൊസൈറ്റി ആയിട്ടുള്ള ഇവരുടെ സംഘങ്ങളിൽ ആണുമായുള്ള ഇണചേരലും വളരെ സങ്കീർണവും വിഷവും പിടിച്ചതുമാണ്. അതിനാൽ തന്നെ കഷ്ടപ്പെട്ട് വളരെയേറെ സമയം ശ്രമിച്ചാൽ മാത്രമേ കൃത്യമായും ബീജം ഉള്ളിൽ കടത്താൻ പറ്റൂ, അല്ലെങ്കിൽ ഇണചേരൽ വിജയിക്കൂ. വളരെ ഉള്ളിൽ ദീർഘദൂരത്താണല്ലോ ഓവറികൾ ഉള്ളത്. അത്ര ദൂരം ബീജാണുക്കൾക്ക് സഞ്ചരിക്കേണ്ടത് കൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ വിജയസാധ്യതയും കുറവാണ്. സ്പോട്ടഡ് ഹൈനകളിൽ പെൺ ഹൈനകൾക്കാണ് കരുത്ത് കൂടുതലും വലിപ്പം കൂടുതലും. അതുകൊണ്ട് തന്നെ പാസീവായിട്ടുള്ള ആൺ ഹൈനകൾക്കാണ് ഇണചേരൽ സക്സസ് കൂടുതൽ. ആണിൻ്റെയും പെണ്ണിൻ്റെയും ലിംഗങ്ങളുടെ അടിഭാഗത്ത് മുള്ളുകൾ പോലുള്ള ഒരു ഭാഗമുണ്ട്. പീനൈൽ സ്പിന്നുകൾ എന്നാണ് അതിനെ വിളിക്കുക. ഇണചേരലിനിടയിൽ ലിംഗം പിൻവലിക്കുമ്പോൾ ഈ മുള്ളുകൾ ഉരഞ്ഞ് പെൺമൃഗത്തിന് വേദനിക്കും, മുറിവേൽക്കും. ഇത് ഓവുലേഷൻ ട്രിഗർ ചെയ്യാൻ സഹായിക്കുന്നുമുണ്ട്. അതിനുവേണ്ടി പരിണമിച്ച ഒരു രീതിയാണത്. പൂച്ചകളിലും ചില മാർജാര വംശക്കാരിലും ഒക്കെ ഇതുണ്ട്. അതിനാലാണ് ലിംഗം പിൻവലിക്കുമ്പോൾ പെൺപൂച്ച വേദനിച്ചതുപോലെ പിടഞ്ഞു മാറുന്നത് കാണുന്നത്. ഈ ഒരു പ്രത്യേകത ഈ ഹൈനകളിലുമുണ്ട്. ഇത്തരത്തിൽ വളരെ സങ്കീർണമായിട്ടുള്ള ലിംഗരൂപം ആയതിനാൽ പെൺഹൈനയുടെ ഇഷ്ടത്തോടെയും സമ്മതത്തോടെയും അല്ലാതെ ഇണചേരൽ ഒരിക്കലും സാധ്യമല്ല. അതിലേറെ ദുർഘടം പിടിച്ചതാണ് ഇവരുടെ പ്രസവം. കണ്ണ് കീറിയ പല്ല് മുളച്ച വലിയ കുഞ്ഞുങ്ങളെയാണ് ഇവ പ്രസവിക്കേണ്ടത്, അതും ഈ ചെറിയ ദ്വാരത്തിലൂടെ. പ്രസവ സമയം ഈ ലിംഗാഗ്രം പൂർണ്ണമായിട്ടും തന്നെ കീറി മുറിഞ്ഞു പോകും. കുറേ ദിവസം കൊണ്ട് മാത്രമാണ് അതൊന്ന് ശരിയാകുക.
പലപ്പോഴും പ്രസവത്തോടെ അമ്മയോ കുഞ്ഞോ മരിച്ചു പോകും. ഇത്ര കഷ്ടപ്പെട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളായതിനാൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ രക്ഷിക്കാനായി സ്പോട്ടഡ് ഹൈന സംഘങ്ങൾ ഏതറ്റം വരെയും പൊരുതും, സിംഹങ്ങളെ പോലും ഓടിക്കും. അപ്പോൾ ഇത്രയും സങ്കീർണവും വിജയസാധ്യത കുറഞ്ഞതുമായിട്ടുള്ള പ്രജനന രീതികളായിട്ടും ഇവ അതിജീവിച്ച് ഇത്ര കാലം എത്തിയത് എങ്ങനെയെന്ന് നമ്മൾ അമ്പരന്നു പോകും. അതിനൊരു പ്രധാന കാരണം ഇവരുടെ സംഘ ജീവിതം തന്നെയാണ്. അതിസങ്കീർണവും ദൃഢവുമായിട്ടുള്ള സാമൂഹ്യ ജീവിതം. മാംസഭോജികളായിട്ടുള്ള സസ്തനികളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സാമൂഹ്യ ജീവിതം നയിക്കുന്നത് ഇവരാണ്. മുതിർന്ന പെൺ ഹൈനയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം, മെട്രിയാർക്കിക്കൽ സൊസൈറ്റിയാണ് ഇവർക്ക്. ധൂളുകൾക്കും ആഫ്രിക്കൻ കാട്ടുനായ്ക്കൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള സംഘജീവിതമുണ്ടെങ്കിലും അതിലേറെ മികച്ചതാണ് ഇവരുടെ ഹൈറാർക്കിയും അതിൻ്റെ തട്ടുകളും. ആൺഹൈനകൾക്ക് ഇവരുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമൊന്നുമില്ല. വളർച്ച പൂർത്തിയായാൽ അതാത് ക്ലാനുകളിൽ നിന്നും ആൺ ഹൈനകൾ പുറത്തു പോകും, എന്നിട്ട് മറ്റു ക്ലാനുകളിൽ ചേരാൻ ശ്രമിക്കും. അവിടെയും ഇത്തരത്തിലുള്ള മുന്നേ തന്നെ എത്തിയ വേറെ ക്ലാനുകളിൽ നിന്നുള്ള ആൺ ഹൈനകൾ ഉണ്ടാകും. അവരോട് പൊരുതി വിജയിച്ചാലൊക്കെയാണ് ഇവരുടെ സ്ഥാനം കുറച്ച് മുകളിലേക്ക് വരിക. ഹൈറാർക്കിയിലെ ഓരോ സ്ഥാനത്തുമുള്ള അംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഇണചേരാനുള്ള അവകാശം മുതൽ വേട്ടമൃഗത്തിൻ്റെ പങ്ക് വരെ. ആഫ്രിക്കൻ കാട്ടുനായ്ക്കളും ഇവരുമൊക്കെയാണ് ഏറ്റവും മികച്ച വേട്ടക്കാർ. കൂട്ടമായിട്ടുള്ള ആക്രമണം കൃത്യവും പാളിച്ചയില്ലാത്തതുമായിരിക്കും. വേട്ടയാടി കൊല്ലുന്നത് മാത്രമല്ല, മറ്റുള്ള മൃഗങ്ങൾ കൊന്നവയെയും തട്ടിയെടുക്കുന്നതിൽ ഇവർ സമർത്ഥന്മാരാണ്. അതുപോലെ സിംഹങ്ങളൊക്കെ തിന്നുപേക്ഷിച്ച മൃഗങ്ങളുടെ ബാക്കിയായ അസ്ഥിയും തൊലിയും ഒക്കെ പൂർണ്ണമായിട്ടും ഇവർ തിന്നും. എല്ലുകൾ കടിച്ച് പൊട്ടിച്ച് തിന്നാൻ പറ്റും, കൊമ്പുകൾ തിന്നും, പല്ലുകൾ തിന്നും. ഇതൊക്കെയും ദഹിപ്പിക്കാനുള്ള ഒരു ദഹന സംവിധാനമാണ് ഇവർക്കുള്ളത്. സ്പോട്ടഡ് ഹൈന കൂട്ടങ്ങൾ തിന്നു തീർത്ത സ്ഥലത്ത് ചിലപ്പോൾ ചോരയുടെ അടയാളങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. എല്ലും പല്ലും ഒക്കെ ദഹിപ്പിക്കാൻ പറ്റുന്ന ശക്തമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഇവരുടെ ആമാശയത്തിലുള്ളത്. 2 മുതൽ 5 അംഗങ്ങൾ വരെ മാത്രമുള്ള ചെറു സംഘമായിട്ടും വലിയ കൂട്ടമായിട്ടും ഒക്കെ ഇവർ വേട്ടയാടാറുണ്ട്. മാനുകളെ പോലുള്ള മൃഗങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും ഒന്നിനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതിനെ മാത്രമായിട്ട് പിന്തുടരുകയാണ് ഇവർ ചെയ്യുക. കിലോമീറ്ററുകളോളം ഓടിച്ച് പിന്തുടർന്ന് പിടിക്കുന്ന രീതി. വേട്ടമൃഗം മരിക്കുന്നതിന് മുമ്പ് തന്നെ, അവ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവയുടെ ശരീരഭാഗങ്ങൾ ഇവർ ഭക്ഷണമാക്കും. അതിനാൽ തന്നെ ഇവരെ ക്രൂരന്മാരായിട്ടുള്ള മൃഗങ്ങളായിട്ടാണ് നമ്മൾ മനുഷ്യരൊക്കെ കണക്കാക്കുന്നത്. ഇവരുടെ ഭക്ഷണത്തിലെ ഉയർന്ന കാൽഷ്യം ഘടകങ്ങളുടെ സാന്നിധ്യം മൂലം ഇവയുടെ കാഷ്ടം വെളുത്ത് ഉറച്ച് വളരെ ദൂരത്ത് നിന്ന് തന്നെ കാണാവുന്ന വിധത്തിലായിരിക്കും ഉണ്ടാവുക. ക്രോക്കൂട്ട എന്ന ഇവരുടെ ജനിതക നാമം ലഭിച്ചത് കുങ്കുമ നിറമുള്ള എന്ന അർത്ഥം വരുന്ന ക്രോക്കൂട്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്നാണ് കരുതിയിരുന്നത്. ഇവരുടെ രോമത്തിൻ്റെ നിറത്തിന് വേണമെങ്കിൽ സാഫ്രോൺ കളർ അല്ലെങ്കിൽ കുങ്കുമ നിറം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ അതല്ല, പൗരാണിക ഗ്രീക്ക് പദമായിട്ടുള്ള ക്രോക്കൂട്ടാസ് എന്നതിൽ നിന്നാണ് ഇവർക്ക് ഈ ജനിതക നാമം കിട്ടിയത് എന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഈ ക്രോക്കൂട്ടാസ് എന്ന ഗ്രീക്ക് പദം വന്നത് സംസ്കൃതത്തിൽ നിന്നുമാണ്. കുറുക്കൻ, കുറുനരി എന്നിവയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന ക്രോഷ്ടുക എന്ന പദത്തിൽ നിന്ന്. ഇവർ വേട്ടമൃഗം മരിക്കുന്നതിന് മുമ്പ് തന്നെ ജീവനോടെ തന്നെ അവയുടെ മാംസം കടിച്ച് മുറിച്ച് തിന്നും. അതിനാൽ ഇവർ ക്രൂരന്മാരാണ് എന്നുള്ള ഒരു ധാരണയുണ്ട് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ സത്യത്തിൽ ഈ സ്പോട്ടഡ് ഹൈനകൾ അക്ഷരാർത്ഥത്തിൽ ഹൃദയ വിശാലതയുള്ളവരാണ്. കൊല്ലുന്ന കാര്യത്തിലല്ല പറഞ്ഞത്, അനുതാപത്തിൻ്റെ കാര്യത്തിലുമല്ല പറഞ്ഞത്. ശരിക്കും ഇവരുടെ ഹൃദയം വളരെ വലുതാണ്. ഇവരുടെ ശരീരഭാരത്തിൻ്റെ 1% വലിപ്പമുള്ളതാണ് ഇവരുടെ ഹൃദയം. സിംഹത്തിൻ്റെ ഹൃദയ വലിപ്പം അതിൻ്റെ ശരീരഭാരത്തിൻ്റെ 0.5% മാത്രമേ വരുള്ളൂ. ഇത്ര വലിയ ഹൃദയമായതിനാലാണ് ഇവർക്ക് ഇരകളുടെ പുറകെ വളരെ നേരം കിതക്കാതെ ഓടി പിന്തുടരാൻ പറ്റുന്നത്. ഇവരുടെ താടിയെല്ലുകളുടെയും പല്ലുകളുടെയും ക്രമീകരണവും പ്രത്യേകതകളും മൂലം ഇവർക്ക് 80 കിലോഗ്രാം പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ ശക്തിയിൽ കടിക്കാൻ പറ്റും. പുള്ളിപ്പുലികളുടെയും ഒക്കെ ബൈറ്റ് ഫോഴ്സിൻ്റെ 40% അധികമാണിത്. ബ്രൗൺ ബെയറുകളൊക്കെ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നത് പോലെയാണ് ഇവരുടെയും എല്ലു പൊട്ടിക്കൽ. 7 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ജിറാഫിൻ്റെ തുടയെല്ലുകൾ പോലും വളരെ അനായാസം ഇവർ കടിച്ചു പൊട്ടിക്കും. ഒരിക്കൽ ബൈറ്റ് ഫോഴ്സ് അളക്കാനുള്ള ഒരു ഉപകരണത്തിൽ ഒരു സ്പോട്ടഡ് ഹൈന കടിച്ചപ്പോൾ 4500 ന്യൂട്ടൺ രേഖപ്പെടുത്തിയിരുന്നു. അത്ര മാരകമാണ് ഇവരുടെ കടി. ഇവരുടെ സംഘജീവിതം വോൾഫുകളുടെ, ചെന്നായകളുടെ സംഘജീവിതത്തെക്കാളും മികച്ചതാണെങ്കിലും ആഫ്രിക്കൻ വൈൽഡ് ഡോഗുകളുടെ മികവിനോടൊപ്പം എത്തില്ല. ഈ സംഘ നേതൃത്വത്തിലുള്ള പെൺ ഹൈനയുടെ മകൾക്കായിരിക്കും ഈ ഹൈറാർക്കിയിൽ 2ാം സ്ഥാനം. ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ തലൈവി മരിച്ചുപോയാലോ അത് കാണാതായാലോ ഇതിൻ്റെ മുതിർന്ന പെൺകുഞ്ഞായിരിക്കും അടുത്ത തലൈവി. വലിയ അംഗസംഖ്യയുള്ള സംഘങ്ങൾ ചിലപ്പോൾ ചെറുതായിട്ട് മുറിയും. ഇടയ്ക്ക് അവ തന്നെ വീണ്ടും ഈ സംഘത്തോടൊപ്പം ചേരും. അത്തരത്തിലുള്ള ഒരു ഫ്യൂഷൻ സംഘങ്ങളായിട്ടാണ് ഇവ സഞ്ചരിക്കുക. പ്രസവിച്ച ഒരു അമ്മ സ്പോട്ടഡ് ഹൈനയുടെ അകിടിൽ 4 കിലോയോളം പാലുണ്ടാവും. 1.5 വർഷത്തോളം അമ്മ ഈ കുഞ്ഞിനെ വളർത്തും. ജനിച്ച് 10 ദിവസമാകുമ്പോഴേക്ക് തന്നെ ഹൈനക്കുട്ടികൾക്ക് ഓടാനൊക്കെ പറ്റും. 2 മാസമാകുമ്പോഴേക്കും ഇവരുടെ ശരീരത്തിൽ ഈ സ്പോട്ടുകൾ വ്യക്തമായി തെളിഞ്ഞു വരും. 1 വയസ്സായാൽ ഇവർ കൂട്ടത്തോടൊപ്പം വേട്ടയിൽ പങ്കാളികളായി തുടങ്ങും. 3 വയസ്സാകുമ്പോഴേക്കും ഇണചേരൽ സന്നദ്ധവുമാവും. വൈൽഡിൽ ഇവയുടെ ആയുസ് എത്രയാണെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള കണക്കുകളൊന്നുമില്ല. എങ്കിലും ഇവ മൃഗശാലകളിലൊക്കെ 12 മുതൽ 15 വർഷം വരെയൊക്കെ ജീവിക്കുന്നുണ്ട്.
ഇവരുടെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഭാഗത്തെ വികാസമാണ് ഇവരുടെ സംഘജീവിതത്തെയും അതിൻ്റെ സങ്കീർണമായിട്ടുള്ള ഹൈറാർക്കിക്കൽ തട്ടുകളെയും ഒക്കെ നിലനിർത്തുന്നത്. ഒരു പഠനത്തിൽ പ്രശ്നപരിഹാരങ്ങൾക്ക് പരസ്പര സഹകരണ രീതികൾ ഇവർ പിന്തുടരുന്നത് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇവർ ചിമ്പൻസികളെക്കാളും മികച്ചവരായിരുന്നു. ആഫ്രിക്കൻ ബഫലോകളെയും ജിറാഫുകളെയും ഒഴിച്ച് ഒരുവിധം എല്ലാ കുളമ്പ് ജീവികളെയും ഇവർ ആക്രമിച്ച് വേട്ടയാടി തിന്നു. എങ്കിലും പൊതുവായിട്ടുള്ളൊരു തെറ്റിദ്ധാരണയാണ് സിംഹങ്ങൾ വേട്ടയാടി പിടിച്ച മൃഗങ്ങളെയൊക്കെ അവയെ ഓടിച്ച് സ്പോട്ടഡ് ഹൈനകൾ കൈക്കലാക്കും എന്നത്. എന്നാൽ തിരിച്ചാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഈ ഹൈനകൾ കൊന്ന മൃഗങ്ങളെ സിംഹങ്ങൾ തട്ടിയെടുക്കാറുണ്ട്. എന്നാൽ സിംഹം ഏതെങ്കിലും മൃഗത്തെ കൊന്നു തിന്നുന്നതറിഞ്ഞാൽ ഹൈനകൾ അവിടെ എത്തി കുറച്ച് മാറി ക്ഷമയോടെ കാത്തു നിൽക്കും. കൊതിയോടെ ഇവർ നിൽക്കുന്നത് കണ്ട് സിംഹം ചിലപ്പോൾ വേഗത്തിൽ തന്നെ ഭക്ഷണം മതിയാക്കി സ്ഥലം കാലിയാക്കും. ചില ധൈര്യശാലികൾ ഈ സിംഹം തിന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വേറൊരു ഭാഗത്ത് പോയിട്ട് ചെറുതായിട്ട് കടിച്ച് തിന്നുന്നുണ്ടാവും. അപൂർവമായിട്ടാണ് സിംഹത്തെ ഓടിച്ചു വിട്ട് ഇവർ മൊത്തം കൈക്കലാക്കാറ്. നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്നവരാണ് സ്ട്രൈപ്ഡ് ഹൈനകൾ എന്ന വരയൻ കഴുതപ്പുലികൾ. ഹൈന ജനുസിൽപ്പെട്ട ഇവരുടെ ശാസ്ത്രനാമം ഹൈന എന്നാണ്. ലോകത്തിൽ ഇനി 10,000-ൽ താഴെ എണ്ണം മാത്രമേ ഇവ ബാക്കിയുള്ളൂ. അതിനാൽ തന്നെ വംശനാശത്തോടടുക്കുന്ന ജീവികളുടെ ഗണത്തിലാണ് ഇവയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലുപൊട്ടിക്കൽക്കാരായിട്ടുള്ള ഹൈനകളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുത് ഇവരാണ്. ഇവരുടെ ദേഹത്തെ വര മാത്രമല്ല സ്വഭാവവും വെരുകളോട് അല്പം സാമ്യമുള്ളതാണ്. ഇവയുടെ തലയോട്ടി മറ്റ് ഹൈനകളുമായിട്ട് അപേക്ഷിച്ച് വളരെ ചെറുതും പ്രത്യേകതകൾ കുറഞ്ഞതുമാണ്. പൊതുവെ ഇവർ അവശിഷ്ട ശവശരീരങ്ങൾ തിന്ന് ജീവിക്കുന്നവരാണെങ്കിലും വലിയ ജീവികളെയും ഇവർ വേട്ടയാടാറുണ്ട്. പുള്ളി ഹൈനകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവർ മോണോഗാമസ് ആണ്. ആൺഹൈനകൾ മാളമുണ്ടാക്കാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ സഹായിക്കും. രാത്രിഞ്ചരന്മാരായിട്ടുള്ള ഇവരെ അപൂർവമായിട്ടേ പകൽ കാണാൻ കിട്ടാറുള്ളൂ. അല്പം നീളമുള്ള ചലിപ്പിക്കാൻ പ്രയാസമുള്ള തടിച്ച കഴുത്താണ് ഇവർക്കുള്ളത്. കുഞ്ഞു കണ്ണുകളും കൂർത്ത ചെവികളുമാണ് ഇവരുടെ പ്രത്യേകത. മണം പിടിക്കാനുള്ള അപാരമായിട്ടുള്ള കഴിവുണ്ടെങ്കിലും കാഴ്ചശക്തിയും കേൾവിശക്തിയും ഒക്കെ മറ്റുള്ള ഹൈനകളെക്കാളും കുറവാണ്. ഇവയുടെ സടരോമങ്ങൾ നീളമുള്ളവയാണ്. ശൈത്യകാലത്ത് ഇവരുടെ ഈ രോമാവരണം കൂടുതലായിട്ടുണ്ടാകും. മുഷിഞ്ഞ ബ്രൗൺ കലർന്ന ചാരനിറമാണ് ഇവരുടെ രോമങ്ങൾക്ക്. ചെവികൾ നല്ല കറുത്ത നിറത്തിലും. കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഒരു കറുത്ത വ്യക്തമായിട്ടുള്ള അടയാളമുണ്ടാകും. പൊതുവെ ഒറ്റക്കോ ഇരട്ടകളായോ ഒക്കെയാണ് കാണുക. ചിലപ്പോൾ കുറച്ചെണ്ണത്തിൻ്റെ കൂട്ടമായും കാണും. ഇവരും അവരുടെ മലദ്വാരത്തിനടുത്തുള്ള പൗച്ചിൽ നിന്നും ഗ്രന്ഥിയിൽ നിന്നുമുള്ള വെണ്ണ പോലെയുള്ള അസ്രവം കല്ലിലും പാറയിലും മരത്തിലുമൊക്കെ ഉരച്ചു വെച്ച് ടെറിട്ടറി മാർക്കിംഗ് നടത്തും. ഇവ സ്പോട്ടഡ് ഹൈനകളെ പോലെ പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞല്ലോ. ചിരിക്കൽ പോലെയുള്ള ശബ്ദവും ചെറിയ ഓലിയിടലും മാത്രമാണ് ഇവർ ഉണ്ടാക്കുക. എന്തായാലും ആ ചിരി ശബ്ദം മാത്രം മതി ഹൈനകളെ തിരിച്ചറിയാൻ. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വളരെ ചെറിയ പ്രാണികൾ തൊട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തിലെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായി ഉടൻ വരാം. അതുവരേക്കും വണക്കം.